കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. കൈവിരലിന് ശസ്ത്രക്രിയ ചെയ്യേണ്ടതിന് പകരം നാവിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഇപ്പോൾ നമുക്കിപ്പം പെൺകുട്ടിയുടെ മാതാവും ബന്ധുവും ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞത്? നമ്മൾ കൈയിൻ്റെ വിരല് കട്ട് ചെയ്യാനാണ് പോയിന്. ഒരു നാവിൻ്റെ അടിയിൽ കട്ട് ചെയ്തിട്ടാണ് വന്നത്. ചോര വരുമ്പോൾ അറിഞ്ഞത് നാവാണ് കട്ട് ചെയ്തത്. പിന്നെ എന്താണ് ആശുപത്രി നടന്നത്? അപ്പോൾ ഒരു പറഞ്ഞു ഓൽക്ക് അബദ്ധം പറ്റി പോയതാന്ന് പറഞ്ഞു. ഡോക്ടറായിട്ട് പറഞ്ഞു? ആ, സമ്മതിച്ച് അബദ്ധം പറ്റിയതാണെന്നുള്ള. പിന്നെ നിങ്ങൾ കൈ കാണിച്ചു കൊടുത്തു. പിന്നെ വീണ്ടും പോയി കൈ ചെയ്ത് വന്നു. കുറഞ്ഞ സമയത്തിനകം 2 ഓപ്പറേഷൻ വരുന്ന ഒരു ഘട്ടമാണ് കുട്ടിക്ക് ഉണ്ടായത്. ഒന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മറ്റൊന്നും ചെയ്തു. കുഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴൊക്കെ അവശ നിലയിലായിരുന്നു. കരഞ്ഞോണ്ട വന്നിന് നല്ല ഇതായിട്ട്. ആശുപത്രിയിൽ ഏറെ നേരം കൂടെ ഉണ്ടായിരുന്നല്ലോ. മറ്റ് എന്ത് കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്? മറ്റ് സർജറി കഴിഞ്ഞ് വരുമ്പോൾ മോളെ വായലെ കോട്ടന് ഉണ്ടായിരുന്നു, പിന്നെ ബ്ലഡിൽ ആയിട്ട്. അപ്പോൾ അവിടുന്ന് പറഞ്ഞ് നിങ്ങൾ 34ലേക്ക് പോയിട്ട് അവിടെ സിസ്റ്ററെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ 34 പോയി. 34 പോയിട്ട് സിസ്റ്ററെ കാണിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു 2 മണിക്കൂർ ഒബ്സർവേഷന് കിടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ വിരൽ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ സർജറി കഴിയാതെ പിന്നെ ഒബ്സർവേഷനിൽ കിടക്കാൻ പറയണമെന്ന്. അപ്പോൾ സിസ്റ്റർ പറയണത് നാവിൻ്റെ സർജറി കഴിഞ്ഞല്ലോ എന്ന്. അവന് കുട്ടിക്ക് നാവിന് ഒരു പ്രശ്നമില്ല, പിന്നെന്താ നാവിന് സർജറി ചെയ്തതെന്ന് വെച്ച്. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് പറയാറുണ്ട്. അപ്പം ഞങ്ങൾ അപ്പം തന്നെ തിയേറ്ററിലേക്ക് പോയി സാറെടുത്ത് പറഞ്ഞ് സാറ് അപ്പോഴാണ് സാറിന് അബദ്ധം പറ്റിയതെന്ന് പറഞ്ഞ് സാറ് സമ്മതിച്ച് സോറി പറഞ്ഞു. അപ്പം സോറി പറഞ്ഞതോടെ ആദ്യം അതിൽ നടപടിയൊന്നും വേണ്ട എന്നുള്ള ധാരണയായിരുന്നു. പക്ഷേ ആ കുട്ടിയുടെ ഭാവി, അതുപോലെ തന്നെ ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത്, അത്തരം കാര്യങ്ങളിലാണോ തുടർന്നുള്ള നടപടിയിലേക്ക് പോകുന്നത്? അതെ, ഇനി ഒറ്റ കുട്ടിയേക്കും ആർക്കും ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധം സംഭവിക്കരുതല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ നടപടി എടുക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ന്യൂസിൽ കണ്ട്. അതുപോലെ ഇപ്പോൾ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട്. അപ്പോൾ സാറ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ കേസ് കൊടുത്ത്. പിന്നെ വൈകുന്നേരമായപ്പോൾ ഞങ്ങൾ കേസ് കൊടുത്തത്. മീഡിയക്കാരും എല്ലാം അറിഞ്ഞ് പ്രശ്നമായപ്പോൾ പിന്നെ അങ്ങനെ കൊടുത്ത്. പിന്നെ ആർക്കും ഇങ്ങനത്തെ ഒരു ഇത് സംഭവിക്കരുതല്ലോ, അതുകൊണ്ടാണ്. ഇപ്പം ഡോക്ടർക്കെതിരെ നടപടി ആരംഭിച്ചു, അതിൽ സന്തോഷമല്ലേ? ഡോക്ടറെ അടുത്ത് വന്ന വീഴ്ചയാണ്. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു അബദ്ധം ഡോക്ടർക്ക് ഇനി പറ്റരുത്, അതേ ഉള്ളൂ. ഇതിനു മുമ്പും ഇപ്പോൾ നമ്മുടെ ഹർഷിന, നമുക്കറിയാം, വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരു സംഭവം, അതും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ്. അതെ, അപ്പോൾ ഓരോ അബദ്ധങ്ങൾ ഇങ്ങനെ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി ഇങ്ങനെ വരണ്ട, ഇനി ഒന്നും കൂടെ കൂടുതൽ അവർ ശ്രദ്ധിച്ചോട്ടെ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇപ്പോൾ ഒരു വിഭാഗം ഡോക്ടർമാർ ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെ വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അത് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വീഴ്ചയായിട്ട് കാണുക എന്നുള്ളതല്ലേ? അതിൽ ഉപരി ഇപ്പം സംബന്ധിച്ച് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട് സാറ്. എൻ്റെ അടുത്ത് വന്ന വീഴ്ചയാണ്, ഇവരെ സമ്മതമില്ലാതെ ഞാൻ ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് സാറ് ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിന് അവരെന്താ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇപ്പോൾ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നന്നായിട്ട് സംസാരിക്കുന്നുണ്ടോ? അപ്പോൾ കുഴപ്പമൊന്നുമില്ല, സംസാരിക്കലൊക്കെ ഉണ്ട്. സംസാരിക്കുമ്പോൾ നാവിൻ്റെ അവിടെ ഒരു വേദന ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. കയ്യിനും സുഖം? കയ്യിലും ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇപ്പം ആവർത്തിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവരുത് എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതെ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ പരാതിയൊക്കെ കൊടുത്തത്. ഇനി ആർക്കും ഇങ്ങനെ സംഭവിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ്. ഞങ്ങൾക്ക് ഏതായാലും സംഭവിച്ച് ഇനി അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം ഇനി ആർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റരുത്. കാരണം വെച്ചാൽ എന്തായാലും കേസ് ഷീറ്റ് ഇത് നോക്കിയിട്ടാണല്ലോ ഓപ്പറേഷൻ ചെയ്യുക. ഇത് കൈക്കുള്ളതാണ് ഇപ്പോൾ നാവിന് ചെയ്തത്. അപ്പം ഭയങ്കര അബദ്ധം തന്നെയാണ് സാറിന് പറ്റിയത്. ഇപ്പം മറ്റ് വല്ല അവയവങ്ങളായിരുന്നെങ്കിൽ ആ വിധത്തിൽ അവർ ചെയ്യുമായിരുന്നു എന്നുള്ള തോന്നലാണ്. അത് ഞങ്ങൾ ചോദിച്ചു ഞാൻ സാറെ അടുത്ത് ചോദിച്ച്. പിന്നെ ഇപ്പോൾ വയറിനൊക്കെയാണ് എന്താ പ്രശ്നം വരുന്നത് വെച്ചാൽ സാറ് പിന്നെ തലക്ക് ഓപ്പറേഷൻ ചെയ്യുമെന്നൊക്കെ ചോദിച്ചു ഞാൻ സാറെ അടുത്ത്. സാറിൻ്റെ അബദ്ധം പറ്റിയെന്ന് അങ്ങനെ തന്നെയാണ് സാറ് പറയുന്നത്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് എന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി കൊണ്ടാണ് ഇപ്പോൾ നിയമ നടപടിയുമായിട്ട് കുടുംബം മുന്നോട്ട് പോകുന്നത്. കോഴിക്കോട് നിന്ന് രാജേഷ് വളരിക്കുണ്ടിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.